രണ്ടാമതും പെൺകുട്ടിയായാലുള്ള അമ്മമാർ കേൾക്കാനിടയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഹോ, രണ്ടാമതും പെൺകുട്ടിയാണോ ജനിച്ചത്? ഇനി ഇപ്പോഴേ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളി. സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില? കെട്ടിച്ചു വിടണ്ടേ? വലിയൊരു ബാധ്യതയല്ലേ തലയിലുള്ളത്. പിന്നെ പ്രസവമൊന്നും നിർത്തിയിട്ടില്ലല്ലോ. എന്തായാലും ഒരു ആൺകുട്ടിനെ വേണം, എന്നിട്ടൊക്കെ നിർത്തിയാൽ മതി. പിന്നെ എൻ്റെ മോക്ക് ഫസ്റ്റത്തെ ആൺകുട്ടി ആയപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. പിന്നെ പെൺകുട്ടി ആയാലും ഒരു ആൺകുട്ടി ഉണ്ടല്ലോ. പിന്നെ പെൺകുട്ടികളുടെ കാര്യത്തിലൊരു സമാധാനം എന്ന് പറയുന്നത് കെട്ടിച്ചു വിട്ട ആ ബാധ്യത അങ്ങ് കഴിഞ്ഞല്ലോ. ആൺകുട്ടികളാകുമ്പോൾ എന്താണ്, മരുക്കൾ വന്ന് അമ്മായിമ്മ പോരായി, അതായി ഇതായി, മൊത്തത്തിൽ സമാധാനക്കേടുണ്ടാവുക. പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ആണ് പെണ്ണ് എന്നൊന്നുമില്ല, രണ്ടും കണക്കാണ് കേട്ടോ. രണ്ടും നല്ലതായാൽ നല്ലത് തന്നെയാണ്. പിന്നെ വയസ്സായുള്ള കാര്യമാണ്. പെൺകുട്ടികളങ്ങ് കെട്ടിച്ച് വിട്ടാൽ ഒരു കെട്ടിച്ച വീട്ടിലേക്കങ്ങ് പോകും. വയസ്സായ ഒന്ന് മരുന്നെടുത്തനാണ് എന്ന് പറയാൻ ആൺകുട്ടികളുണ്ടെങ്കിലല്ലേ കഴിയുള്ളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാനാ. ഇനി ഏതായാലും പ്രസവം നിർത്തണ്ട, ഒരു ആൺകുട്ടി കൂടി ജനിച്ചോട്ടെ. ഈ രീതിയിൽ പറയുന്ന ചില ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ബ്രാൻഡ് അംബാസിഡറാണ്. അതൊന്ന് പുറത്തിറങ്ങി ആണുങ്ങളോട് അന്വേഷിച്ചാൽ മനസ്സിലാവും എത്രത്തോളം പെൺകുട്ടികൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ പെൺകുട്ടികൾ ഉണ്ടായ ഉമ്മയും ബാപ്പയും നോക്കിക്കോളും ഓല നല്ലതും കെട്ടതൊക്കെ. ഈ പറയുന്ന ആൾക്കാർ നോക്കണമെന്നില്ല. അവരെ വളർത്തുന്നത് എങ്ങനെയെന്നുള്ളത് അവർക്കറിയാം കേട്ടോ.